ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 30 വാക്യം. യോഹന്നാൻ 19:30. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ക്രൂശിലെ ജയഭേരിയെ യോഹന്നാൻ പങ്കുവയ്ക്കുന്നു. ഈ വാക്യങ്ങളിലൂടെ, അതായത് 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, കർത്താവ് ക്രൂശിൽ കൈവരിച്ച വിജയത്തിൻ്റെ ഒരു വാഗ്മയ ചിത്രം യോഹന്നാൻ വരച്ച് നൽകുകയാണ്. പ്രവചനങ്ങളുടെ നിവൃത്തിയായാണ് യോഹന്നാൻ യേശുതമ്പുരാനെ മൊത്തത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. യേശുവിനെ ശരീരമില്ലാത്ത ആത്മാവ് മാത്രമായി ചിത്രീകരിക്കുന്നതിന് ശ്രമിച്ച ജ്ഞാനവാദം, അതായത് നോസ്റ്റിസിസം, അതിനെ ഖണ്ഡിക്കുന്നതിനും യേശു ശരീരധാരിയായ മനുഷ്യൻ, സത്യത്തെ അവതരിപ്പിക്കുന്ന ആൾ എന്ന തീവ്രമായ ഒരു അവതരണ ശൈലിയിലൂടെ യോഹന്നാൻ ദൈവത്തിൻ്റെ മനുഷ്യപുത്രത്വത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ശരീരമുണ്ടായിരുന്ന യേശുവിനെ വിശക്കുകയും ദാഹിക്കുകയും ദൈവരാജ്യം എന്ന ദർശനത്തിന് വേണ്ടി കഠിനമായ പരീക്ഷണങ്ങൾ അനുഭവിച്ച് അതിജീവിക്കുകയും ചെയ്ത യേശുവിനെ ഈ സുവിശേഷം നന്നായി ചിത്രീകരിക്കുന്നുണ്ട്. ഈ വേദഭാഗത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒന്നാമത്, യേശു കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് നിലവിളിച്ചു. അത് യേശുവിൻ്റെ മനുഷ്യത്വത്തെ വിളംബരം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം യേശുവിൻ്റെ ആളത്വത്തെ വിശദീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ധാരാളം നടന്നു. അവയിലൊന്നായിരുന്നു ഇത്. യേശുവിന് ഒരു ശരീരമേ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ വാദിച്ചത്. യേശുവിൻ്റെ ബാഹ്യരൂപം ഒരു തോന്നൽ മാത്രമാണെന്നൊക്കെ നോസ്റ്റിസിസംകാർ ആദിമ കാലഘട്ടങ്ങളിൽ പറഞ്ഞു. ആദിമസഭ ഈ ദുരുപദേശത്തെ പ്രതിരോധിക്കേണ്ടി വന്നു. യേശുവിനെ മനുഷ്യ സമൂഹത്തെ വിടുവിക്കുന്ന ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ മനുഷ്യനാകേണ്ടത് അനിവാര്യമായിരുന്നു. മനുഷ്യപുത്രരെ ദൈവപുത്രരാക്കുന്നതിന് യേശു മനുഷ്യപുത്രനാകേണ്ടത് ആവശ്യമായിരുന്നു എന്ന് ദൈവശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്ന പ്രസ്താവന യോഹന്നാൻ ഉൾക്കൊള്ളിച്ചത് തന്നെ ആ ഒരു മനുഷ്യത്വ ശാക്തീകരണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ദാഹവും വിശപ്പും അനുഭവിച്ച സാധാരണ മനുഷ്യ ആളത്വമാണ് യേശുവിനുണ്ടായിരുന്നത് എന്ന് യോഹന്നാൻ സമർത്ഥിക്കുന്നു. 2, സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാൻ രേഖപ്പെടുത്തുന്ന യേശുവിൻ്റെ അവസാന മൊഴി നിവൃത്തിയായി എന്നുള്ളതായിരുന്നു. യേശു ഒരു വലിയ നിലവിളിയോടുകൂടെ പ്രാണനെ വിട്ടു എന്ന് മത്തായി 27 അധ്യായത്തിലും മർക്കോസ് 15 അധ്യായത്തിലും ലൂക്കോസ് 23 അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നു. യോഹന്നാന്റെ വിവരണവും സമവീക്ഷണ സുവിശേഷവും കൂട്ടിവെച്ച് വായിക്കുമ്പോൾ നിവൃത്തിയായി എന്ന വാക്കാണ് നിലവിളിയായി പുറത്തു വന്നത് എന്ന് കണ്ടെത്താൻ കഴിയും. തൻ്റെ ദൗത്യത്തിൽ വിജയം വരിച്ചിരിക്കുന്ന ഒരാളിൻ്റെ ജയഭേരി, ഇതാണ് ക്രൂശിൽ നിന്ന് ഉയരുന്നത്. മരണപര്യന്തം വിശ്വസ്തനായിരുന്നുകൊണ്ട് തൻ്റെ പിതാവ് തന്നെ ലോകത്തിലേക്ക് അയച്ച ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ക്രൂശിൽ മരിച്ച് സഹന പാതയിൽ ലോകത്തെ വീണ്ടെടുക്കുക എന്നതായിരുന്നു യേശുവിനെ പിതാവ് ഏൽപ്പിച്ച ദൗത്യം. അത് നിവൃത്തിയായിരിക്കുന്നു. 3,
ഈസോപ്പ് തണ്ടിന്മേൽ യേശുവിന് കുടിക്കാനായി വിനാഗിരി കലർത്തിയ വീഞ്ഞ് നൽകിയത് യോഹന്നാൻ പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രയീം വിട്ട് പോരുമ്പോൾ സംഹാരദൂതൻ തങ്ങളുടെ ഭവനങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകുന്നതിന് ഒരു ഈസോപ്പ് തണ്ട് ഉപയോഗിച്ചാണ് കട്ടിളക്കാലുകളിൽ അടയാളം വരച്ചത്. ഇങ്ങനെയാണ് കടിഞ്ഞൂൽ സംഹാരത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും ജനം രക്ഷ പ്രാപിച്ചത്. ദൈവജനത്തിന്റെ വിടുതൽ കുറിയായത് പെസഹ കുഞ്ഞാടിന്റെ രക്തമായിരുന്നു. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുന്നത് യേശുവിന്റെ പുണ്യാഹ രക്തമാണെന്ന് യോഹന്നാൻ സമർത്ഥിക്കുന്നു. ഇവിടെയും ഈസോപ്പ് തണ്ട് ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രതീകാത്മകത യേശുവാണ് രക്ഷാകര രക്തത്തിന്റെ പ്രഭവസ്ഥാനം എന്ന് പറയാനാണ്. പൂർണ്ണ മനസ്സോടെ ക്രൂശിൽ യാഗമായി തീരുന്ന യേശുവാണ് യഥാർത്ഥ പെസഹ കുഞ്ഞാടെന്ന് യോഹന്നാൻ സമർത്ഥിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗം നമ്മളോട് പങ്കുവെക്കുന്ന മറ്റ് ചില ചിന്തകൾ യേശുവിന്റെ മനുഷ്യാവതാരത്തെ പറ്റിയുള്ള വാദപ്രതിവാദങ്ങൾ, പ്രത്യേകിച്ച് യേശു പൂർണ്ണ മനുഷ്യനായി തീരുന്നു എന്ന ചിന്ത എത്രമാത്രം നമുക്ക് രക്ഷയുടെ അടിത്തറയായി ലഭിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നു. ജഡാവതാരത്തിന്റെ തത്വം മനുഷ്യ വ്യാവഹാരിക മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഇഴുകിച്ചേർന്ന് വിടുവിക്കുന്ന ദൈവിക ശൈലി നമ്മുടെ ഉൾച്ചേരലിന്റെ മാതൃകയാക്കാൻ കഴിയേണ്ടതാണ്. നാം എത്രമാത്രം തിരു അവതാര ശൈലിയിൽ ജീവിതങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് എന്ന ചോദ്യം നമ്മുടെ നേരെ ഉയരുന്നു. ഈ സോപ്പ് തണ്ട് ഒരു പ്രതീകമായി യോഹന്നാൻ ഉപയോഗിക്കുന്നു. തലമുറകളോട് സംവേദിക്കാൻ ഈ പ്രതീകത്തെ യോഹന്നാൻ ഉപയോഗിച്ചതാണ്. രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും ചിഹ്നങ്ങളെ വിഗ്രഹങ്ങളാക്കാതെ ആശയ സംവേദനം നടത്തുന്ന പ്രതീകങ്ങളാക്കി സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. കർത്താവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട ചില എടുത്തുകാട്ടലുകളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോട് പറയുന്നു, നമുക്ക് വേണ്ടി നമ്മൾ ആവശ്യപ്പെടാതെ ത്യാഗം സഹിച്ച് ജീവൻ വെടിഞ്ഞ കർത്താവ്, ആ ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത എത്രമാത്രം ആഴമുള്ളതാകണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വേദനയുടെ മധ്യത്തിൽ വിജയസ്മിതത്തോടെ തൻ്റെ പ്രാണനെ പിതാവിൽ പരമേൽപ്പിച്ച ദൈവമേ, തിരുവവതാര ശൈലിയിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് അങ്ങയിൽ കൂടെ വിജയം വരിക്കാൻ ഞങ്ങളെയും ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ആ ഒരു വലിയ ബോധ്യത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരുതലും കരുണയും ഒപ്പമുണ്ടായിരിക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും സാന്നിധ്യവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.